ദ്വീപ് വിശേഷങ്ങൾ 2 പാർട്ടിൽ ഒതുക്കാൻ ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ ഇവരെപ്പറ്റി പറയാതിരുന്നാൽ അതൊട്ടും ശരിയാവില്ലെന്ന് തോന്നി. ഞങ്ങൾ ദ്വീപിലെത്തിയ ദിവസം ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കുടുംബത്തെ കാണുന്നത്. ഈ ഇത്ത അവിടെ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ല ലക്ഷദ്വീപ് സ്പെഷ്യൽ ഐറ്റം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതുവഴി പോയി. അങ്ങനെ പിന്നെ അവർ ഉടനെ ഞങ്ങളെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവിടെ ചെന്ന് സംസാരിച്ചു കുറേ നേരം. അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവർക്കൊരു കടയുണ്ടായിരുന്നു. ആ കടയിലേക്ക് ചായക്കടികളൊക്കെ റെഡിയാക്കുകയായിരുന്നു എന്നൊക്കെ. ഈ ഇത്താടെ പേര് തന്നെ ഒരു കൗതുകമായിരുന്നു കേട്ടോ. വമ്പത്തി എന്നാണ് ഇത്താടെ പേര്. ദ്വീപുകാരുടെ സുർക്ക എന്താണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മലബാറിലൊക്കെ സിന്തറ്റിക് വിനേഗറിന് സുർക്ക എന്ന് പറയുമെങ്കിലും ഇതല്ല. തെങ്ങിൽ നിന്നെടുക്കുന്ന മീര കൊണ്ടുണ്ടാക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത് ട്യൂണ അച്ചാറാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ദ്വീപിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റമാണിത്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ വിഭവം, തേങ്ങാച്ചോറ്. തേങ്ങാ പാലിലാണ് ഇതുണ്ടാക്കുന്നത്. വഴിയരികിൽ വെച്ച് ഞങ്ങളെ കണ്ടപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് ഒരെണ്ണം പകുത്ത് തന്ന് ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച പേരറിയാത്ത ആയിക്കയും അഗതി പോസ്റ്റ് ഓഫീസിൽ ജോലി നോക്കുന്ന പോസ്റ്റ് വുമൺ കാസർഗോട്ടുകാരി ബേബി ചേച്ചി ദ്വീപിൻ്റെ ജോഗ്രഫിയെ പറ്റിയും മറ്റു ദ്വീപുകളും മെയിൻലാൻഡുമായുള്ള ദ്വീപിൻ്റെ കണക്ടിവിറ്റിയെ പറ്റിയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളടുത്ത് പങ്കുവെച്ച ഈ 2 ഇക്കമാരും അങ്ങനെ പരിചയപ്പെട്ടതും പരിചയപ്പെടാത്തതുമായ ഒരുപാട് വലിയ മനുഷ്യരുള്ള ഒരു ചെറിയ ദ്വീപിൻ്റെ കഥയാണിത്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.